കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളൊരു ദിവസമാണ് ഇന്ന്. പക്ഷേ എഴുന്നേറ്റപ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി. വീക്ക് ഡേയ്സിൽ പൊതുവെ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേൽക്കാറുണ്ട്. ഇന്ന് 6:30 ആയിട്ടോ. എന്താ റീസൺ എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. പുറത്തതാ നേരം പരപരാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് പാറുവിന് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള സ്നാക്സ് റെഡിയാക്കാം. സ്വീറ്റ് കോൺ ആണ് ഇന്ന് കൊടുത്തു വിടുന്നത്. അത് റൈസ് കുക്കറിൽ അവിടെ റെഡി ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ അരച്ച് വെച്ച ദോശമാവാണ്. എനിക്ക് പൊതുവെ ദോശമാവ് ഒന്ന് റെഡിയായി വരാനായിട്ട് ഒരിത്തിരി പാടാണ്. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡിയാവില്ല. ഇതിപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ട് ഞാൻ അരച്ച് വെച്ചതാണ്. ഇവിടെ ഇപ്പോൾ തണുപ്പാണ്. അതുകൊണ്ടായിരിക്കും എന്നൊന്നും വിചാരിക്കാനായിട്ട് പറ്റില്ല. ചൂടുള്ള സമയത്തും എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ പൊങ്ങി വരും, ചിലപ്പോൾ പൊങ്ങി വരില്ല. അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ റെഡിമെയ്ഡ് ദോശമാവ് വാങ്ങിക്കാറാണ് പതിവ്. ശരിയാവാതിരിക്കുമ്പം എന്ത് ചെയ്യാനല്ലേ. മുഖത്ത് ഉറക്കക്ഷീണം നന്നായിട്ട് കാണാനുണ്ട്. എനിക്ക് പൊതുവേ പേടിയുടെ അസുഖം കുറച്ചധികം ഉള്ള ഒരാളാണ്. ഏട്ടനിപ്പം നാട്ടിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ രാത്രിയിൽ ഞാനും പാറും തനിച്ചായിരിക്കുമല്ലോ. രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് ഉറക്കം വന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അല്ലെങ്കിൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഉറക്കം വരാനായിട്ട് വലിയ പാടാണ്. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എനിക്ക് അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ വീണ്ടും കണ്ണ് തുറന്ന് ചുറ്റിലൊന്ന് നോക്കി ആരുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി പിന്നെ വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ കിടന്നാൽ പിന്നെ എങ്ങനെയാണ് ഉറക്കം ശരിയാവുക. അപ്പോൾ രാവിലെ എപ്പോഴോ ആണ് ഞാനൊന്ന് ഉറങ്ങി വന്നത്. അപ്പോഴേക്കിതാ എഴുന്നേൽക്കേണ്ട സമയമായി. അപ്പോൾ അതുകൊണ്ടാണ് ഉറക്കം ശരിയായില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഉറക്ക ക്ഷീണം മുഖത്ത് നന്നായിട്ട് തന്നെ കാണാനുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് ഞാനായിട്ട് ഒന്നുകൂടി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഇന്നൊരു കുറച്ച് നന്നായിട്ട് തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിരക്കുള്ള സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇത് ചെയ്തതിന് ശേഷം അടുത്തത് എന്താണ്, എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു ആങ്സൈറ്റി കൂടാറുണ്ട് കേട്ടോ. അത് പൊതുവെ മിക്ക ആൾക്കാർക്കുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്ത മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഓരോ കാര്യങ്ങളും ആ ഒരു ടൈം വെച്ച് ഓരോന്നിനും എത്ര സമയമാണ് വേണ്ടതെന്നുള്ള രീതിയിൽ എഴുതി വെക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത് ഇന്നലെ 5 മണിക്കൊക്കെ എഴുന്നേക്കണം എന്നാണ് വിചാരിച്ചത്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് കാര്യം പറഞ്ഞു എഴുന്നേക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഫ്രഷായി കുറച്ച് നേരം മീ ടൈമും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:15 ആകുമ്പോഴേക്ക് പാറുവിനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി 6:40 ആകുമ്പോൾ പാറുവിനെ എഴുന്നേൽപ്പിച്ച് പിന്നെ 7:30 വരെ വേറൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. പാറുവിൻ്റെ കാര്യങ്ങൾ തന്നെയായിരിക്കും. അവളെ ഫ്രഷാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പിന്നെ ഒരു 7:25 അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ബസ് വരാം. അപ്പോഴേക്ക് പാറുവിനെ സ്കൂളിലേക്ക് വിടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, എത്രയാണോ സമയം കിട്ടുന്നത് അതിനനുസരിച്ച് കുറച്ച് നേരം ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ ആ ഒരു ചെറുതായിട്ടൊരു സ്ക്രിപ്റ്റ്, ഇന്ന് 2 ഷൂട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെക്കണം. അതൊന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടുള്ള ആ ഒരു വെപ്രാളം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് എഴുതി വെക്കുകയാണെങ്കിൽ അത് വലിയൊരു സമാധാനമാണ് കേട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഫ്രഷ് ആവാൻ പോകണം. എന്നിട്ട് റെഡി ആവണം. 9 മണിക്കാണ് ഞാൻ അവിടെ ഷൂട്ടുള്ള ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഒരു 8:45, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. 8:45 ആകുമ്പോഴേക്കും പോകണം. 8:45 വേണ്ട, എന്നാലും ടാക്സിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ടാക്സി കിട്ടണമെന്നില്ല. അതുകൊണ്ട് 8:45 എന്നുള്ളൊരു സമയം തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് അങ്ങനെ പോയി ഇന്നാണ് അവിടെ ഇനാഗ്രേഷൻ. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്നും തിരക്കുണ്ടാവുമോ എന്നുള്ള നല്ലൊരു ടെൻഷൻ ഉണ്ട്. തിരക്ക് വേണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാരണം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ക്രൗഡാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം 10 മണിക്കാണ് ഷോപ്പ് ഓപ്പൺ. അപ്പോൾ 9 മണി തൊട്ട് 10 മണി വരെയുള്ള ടൈം ഉണ്ട്. അതിനുള്ളിൽ ആ ഒരു ഷൂട്ട് ചെയ്ത് തീർക്കണം. എന്നിട്ട് ആ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു വരണം. തിരിച്ചൊരു എനിക്ക് തോന്നുന്നൊരു 10:30, മാക്സിമം പോയാൽ ഒരു 11 മണിയാകുമ്പോഴേക്ക് തിരിച്ചെത്താമെന്നാണ് വിചാരിക്കുന്നത്. 11 മണിക്ക് തിരിച്ച് വന്നിട്ട് എനിക്ക് പിന്നെ ലഞ്ചിലേക്കുള്ള പ്രിപ്പറേഷൻ, പാറ് വരുമ്പോഴേക്ക് ലഞ്ച് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഇന്നലത്തെ കറികൾ തന്നെയുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണോ എന്നുള്ളത്, ഒരു പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നോക്കാം, വന്നിട്ട് സമയം അനുസരിച്ചിട്ട് നോക്കാം. എന്നിട്ട് പിന്നെ പാറു ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് വരും. അപ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്
പാറു വരുമ്പോഴേക്ക് ഞാനൊന്ന് ഫ്രീ ആവണം. എന്നിട്ട് അതിന് ശേഷം പാറു വരുമ്പോഴേക്ക് എനിക്ക് റെഡി ആയിട്ടും തീരണം. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത ഷൂട്ടിന് പോകാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പാറു വന്ന് പാറുവിനുള്ള ഫുഡൊക്കെ കൊടുത്തൊന്ന് ഫ്രഷ് ആക്കി ഒന്നരയൊക്കെ ആകുമ്പോഴേക്ക് പാറുവിനെ ഡേ കെയറിലേക്ക് വിടണം. ഡേ കെയറിൽ വിട്ടിട്ട് എനിക്ക് അടുത്ത ഷൂട്ടിന് പോകണം. അടുത്ത ഷൂട്ട് കുറച്ച് ദൂരെയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഉണ്ടാവും. എൻ്റെ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ ഒരു 1:30 1:45 ഞാൻ ഇവിടുന്ന് ഇറങ്ങണം. എൻ്റെ ഒരു ഫ്രണ്ട് അവിടേക്ക് വരും. ആദ്യത്തെ ഷൂട്ടിന് ക്യാമറാമാൻ ഉണ്ട് കേട്ടോ. രണ്ടാമത്തേന് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി അതൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് 2, 3:30, 4:30 ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് തിരിച്ച് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 5 മണിക്ക് വന്ന ഉടനെ ആ ഒരു ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്തതില്ലേ, അത് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടി വരും. നാളെയാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേത് ആദ്യത്തേത് ക്യാമറാമാൻ ഉണ്ടായതുകൊണ്ട് അവരത് നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ തിരിച്ച് വന്നിട്ട് ആ ഒരു എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് വേണം പാറുവിനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ശരിക്കും വർക്കിംഗ് ഡേ ആണ് എനിക്ക്. അപ്പോൾ ഒരു കോംബോ ഓഫ് ഉണ്ടായിരുന്നു ഇന്ന്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഇന്ന് ആ ഒരു കോംബോ ഓഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനില്ലാത്തതുകൊണ്ടുള്ളൊരു ടെൻഷനാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാത്തിനും ഏട്ടനും കൂടി ഉണ്ടാവാറുണ്ട് ഷൂട്ടിനാണെങ്കിലൊക്കെ. ഇന്ന് ഏട്ടനും കൂടി ഇല്ലാത്തത് കൊണ്ട്, ഞാൻ ഇതിന് മുമ്പും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏട്ടനില്ലാതെ. പക്ഷെ എന്നാലും ഇന്ന് 2 ഷൂട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ഇത്. പിന്നെ ആദ്യത്തേതാണെങ്കിലും മൊബൈലും ലാപ്ടോപ്പൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പം ഇങ്ങനെ പൊതുവേ എനിക്ക് ആ ഒരു മൊബൈലിൻ്റെ ലാപ്ടോപ്പിൻ്റെയൊക്കെ ആ ഒരു സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ടല്ലോ, വീഡിയോയിലൊക്കെ ചിലപ്പോൾ അത് പറയേണ്ടി വരും. അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ അങ്ങനെ എടുത്ത് ഒരു ടെക്നോളജി ആയിട്ട് വലിയൊരു അടുപ്പില്ലാത്തതുകൊണ്ട്, പരിചയം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് ഷൂട്ട് എനിക്ക് ഓക്കെയാണ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ചെറിയ കുഞ്ഞുമക്കൾക്കൊക്കെ ഇത്ര നേരത്തെ സ്കൂൾ തുടങ്ങുന്നത് എന്ത് കഷ്ടമല്ലേ. കാരണം ഈ ഒരു സമയത്തല്ലേ അവർക്ക് ശരിക്കും ഒന്ന് കിടന്നങ്ങ് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഒരു 7:15 ആകുമ്പോഴേക്ക് ബസ് വരും. അപ്പോഴേക്ക് റെഡിയാക്കി നിർത്തണം. ചില ദിവസം പാറു വേഗം എഴുന്നേക്കും, ചില ദിവസം എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കാണും കേട്ടോ. എന്നാലും രാവിലെ അങ്ങനെ ചൂടാവണ്ട ദേഷ്യപ്പെടണ്ട എന്നൊക്കെ വിചാരിക്കും. ചില ദിവസം എൻ്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. സുന്ദരിയല്ലേ അമ്മേൻ്റെ? പിന്നെ അമ്മേൻ്റെ കുഞ്ഞുമല്ലേ മുത്തേ? അയ്യോ, അങ്ങനെ അങ്ങനെ നമുക്ക് പോട്ടെ സ്കൂളില്. അങ്ങനെ പോയി സ്കൂളില്. കമ്മണി, അമ്മേൻ്റെ കുഞ്ഞു, അമ്മേൻ്റെ തൊട്ടു. രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും പാറു കുറച്ച് നേരം സോഫയിൽ അവിടെ ഒന്ന് കിടക്കും. പാറുവിൻ്റെ പെറ്റാണിത്. പെങ്ക്യൂ എന്നാണ് അവൾ പേരിട്ടേക്കുന്നത്. ഏത് സമയം കളിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ വേണം ഇപ്പോൾ ആ ബെഡിൽ അവളുടെ അടുത്ത് ടിഷ്യൂ ഒക്കെ വിരിച്ച് അതിനൊരു പുതപ്പ് പോലെ ടിഷ്യൂ ഒക്കെ ആക്കിയിട്ട് കൊടുത്തി അവിടെ കിടത്തേക്കാണ്. ഇപ്പോൾ കുളിക്കാൻ നേരത്ത് പെങ്ക്യൂനെയും വേണമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പാറുവിനുള്ള സ്നാക്സൊക്കെ റെഡിയാക്കണം. അപ്പോൾ പെങ്ക്യൂനെ തൊട്ടപ്പോൾ ഒരു വഴുവഴുപ്പ്. ഞാൻ വിചാരിച്ചു ഇത് എന്താന്ന്. അപ്പോഴേക്ക് രാത്രിയിൽ അവൾ മോയ്സ്ചറൈസർ ഇട്ടപ്പോൾ അതിനും കൂടി മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് കിടത്തിയേക്കാണ് അവിടെ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദോശക്കല്ലാട്ടോ. കുറേ ആയി വിചാരിക്കുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ളത്. ഇത്തവണ നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഓൾറെഡി ഒന്ന്. അപ്പോൾ അതങ്ങ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഇനിയിപ്പോൾ പാറുവിന് റെഡിയാക്കി മുടിയൊക്കെ ചീകി കെട്ടിക്കൊടുത്ത് എന്താണ് രാവിലെ പിന്നെ ഇപ്പം ഞാൻ TV ഒന്നും കൊടുക്കാറേ ഇല്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ TV ഓൺ ചെയ്തിട്ടായിരുന്നു പാറുവിനെ എഴുന്നേൽപ്പിക്കുക. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു ബാഡ് ഹാബിറ്റാണ് എന്നുള്ളത്. അതിനുശേഷം ഞാനതങ്ങ് ഒഴിവാക്കി കേട്ടോ. അതിനുശേഷം കുറച്ചുകൂടി അവളൊരു ഹാപ്പി ആയിട്ടാണ് സ്കൂളിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോഴാണെങ്കിലും അവളുടെ ഇഷ്ടങ്ങളാട്ടോ എല്ലാം. എങ്ങനെ മുടി കെട്ടണം, ഏത് ഡ്രസ്സ് ഇടണം, ഏത് പൊട്ട് വെക്കണം എന്നൊക്കെ. ഞാനൊക്കെ LKG പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തോ, എനിക്ക് അതൊന്നും ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല. രാവിലെ തന്നെ പിന്നെ കുറച്ച് വാശിയിലാണ്. പോവാൻ നേരത്ത് അവളുടെ പൗച്ച് കൊണ്ടുപോകണം, അതിലുള്ള പെൻസിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊരു വാശിയിലാണ്. അവൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണ്. രാവിലെയും രാത്രിയിലൊക്കെ കുറച്ച് സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലേക്ക് ടീച്ചർ പറഞ്ഞു വിടുന്ന സാധനങ്ങളല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും കൊടുത്തു വിടരുത് എന്നുള്ളത്. ചിലപ്പോൾ സ്കൂളിലെത്തിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയാൽ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയാവുന്നതും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ
കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണമല്ലോ. കൊഞ്ചിക്കൽ വേറെ, ഇങ്ങനത്തെ കാര്യങ്ങൾ വേറെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പോവാൻ നേരത്ത് കുറച്ചൊരു വാശിയായിരുന്നു. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അമ്മേനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ എനിക്ക് മനസ്സിൽ. ഇനി തിരിച്ച് വരുന്നത് വരെ ആ ഒരു സങ്കടം മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. തിരിച്ച് വന്ന് അവളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുക. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആൾ ഓക്കെ ആയിരിക്കും. ബസ്സിൽ കയറി കുറച്ച് നേരം അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നവരേ ഉണ്ടാവുള്ളൂ ആ ഒരു സങ്കടം. പക്ഷെ എൻ്റെ മനസ്സിൽ അവൾ തിരിച്ച് വരുന്നത് വരെ അതിങ്ങനെ ഒരു മനസ്സിനൊരു ഭാരമായിരിക്കും. അത് മിക്ക അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. അപ്പോൾ ഞാനൊരു റീലിൽ കണ്ടതായിരുന്നു കേട്ടോ. ഇങ്ങനെ വലിച്ച് വാരി ടോയ്സ് ഒക്കെ ഇടുന്ന ആ ഒരു റൂമും ഹാളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട, സങ്കടപ്പെടേണ്ട. അങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു റൂമാണെങ്കിൽ അവിടെ ഹാപ്പി ആയിട്ട് കളിച്ച ഒരു കുട്ടി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ആ ഒരു കുട്ടി ആ ഒരു സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം എന്നുള്ളത് ആലോചിച്ച് നോക്കിയപ്പോൾ ശരി തന്നെയാണ്. എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അമ്മമാരെ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ടോയ്സൊക്കെ എപ്പോഴും വലിച്ചു വാരിയിട്ട് എനിക്കത് വൃത്തിയാക്കി മടുത്തു എന്നുള്ളത്. അത് ഞാനടക്കം പറയാറുണ്ട്. പക്ഷേ ഇനി നമ്മൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അതൊക്കെ ഒരു പോസിറ്റിവിറ്റിയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ വലിച്ചു വാരിയിടണം എന്നല്ല. എന്നാൽ ഇതൊക്കെ നമുക്കിപ്പം മാത്രമേ കിട്ടുള്ളൂ. കുട്ടികൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയമൊക്കെ ശരിക്കും മിസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡാൻസ് വർക്കൗട്ടാണ് കേട്ടോ ഇപ്പം ചെയ്യുക. ഏട്ടൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ജിമ്മിൽ വീണ്ടും പോയി തുടങ്ങണം. അപ്പോൾ രാവിലത്തെ എൻ്റെ വർക്കൗട്ട് ഇപ്പം ഈ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ഒരു കോളേജിലൊരു പെർഫോമൻസ് ആണ്. അത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് തന്നെ ഡാൻസ് ചെയ്യും. എൻ്റെ മുഖത്ത് പൊതുവെ പെട്ടെന്നൊന്നും അങ്ങനെ ആക്നേസോ പിമ്പിൾസോ ഒന്നും വരാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ വരികയെന്ന് വെച്ചാൽ ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ അത് നോർമലാണ്. അങ്ങനെ വരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഇടയായിട്ട് നല്ല പിമ്പിൾസ് വരുന്നുണ്ട്. പിമ്പിൾസ് അല്ല, ഒരുമാതിരി നമ്മൾ ആക്നെ എന്നും പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നല്ല ചൊറിച്ചിൽ പോലെ അങ്ങനെ ഒരു ഇത് വരുമല്ലോ, ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഇപ്പം മനസ്സിലാക്കി വരികയാണ് എന്താണ് റീസൺ എന്നൊക്കെ ഉള്ളത്. അത് ഞാനൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഏട്ടനില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈലും ലാപ്പൊക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല ടെൻഷനുണ്ട്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മളിങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റും, നമുക്കത് പഠിച്ച് പറയാമല്ലോ. അപ്പോൾ അത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം. നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ട് തന്നെ അത് സംഭവിക്കും. അപ്പോൾ നമുക്ക് പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. അത് അറിയാത്ത കാര്യമാണെങ്കിൽ വേറെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാക്സിയൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് കേട്ടോ ഷൂട്ടുള്ളത്. അപ്പോൾ അവരാണ് ക്യാമറ ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ ടെൻഷനൊന്നും ഇല്ലാതെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ നല്ല ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഓപ്പൺ ചെയ്യുന്ന നേരത്താണ് ആ ഒരു ഡോറൊക്കെ ഓപ്പൺ ചെയ്തത്. അപ്പോഴാണ് ആൾക്കാരൊക്കെ അകത്തേക്ക് വന്നത് കേട്ടോ. അത്രയും നേരം നമുക്ക് എന്താ പറയുക, കാമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ കുറച്ച് സമയം അവിടെ ഒന്ന് പോസ്റ്റ് കിട്ടി. ലാസ്റ്റ് ആ ഒരു ക്രൗഡൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡോറൊക്കെ ഓപ്പൺ ചെയ്യാതെ തിരിച്ചു വരാനായിട്ട് പറ്റുമായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് മുനിസിപ്പാലിറ്റീൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ പോസ്റ്റ് കിട്ടി. അപ്പോൾ തിരിച്ചെത്തിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടാക്സിയിൽ വന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവണമെന്നില്ല, അവരിങ്ങോട്ടേക്ക് പറയുന്ന ഇംഗ്ലീഷ് നമുക്കും മനസ്സിലാവില്ല. അപ്പോൾ അതിങ്ങനെ നമുക്ക് ആ ഒരു ലൊക്കേഷനൊക്കെ കറക്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ചിലപ്പോൾ മാപ്പ് ഉണ്ടാവും കേട്ടോ. ചില ആൾക്കാരുടെ അടുത്ത് നമുക്കതൊന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കഥയാണ് ഞാനിങ്ങനെ ഘോരം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി അതൊന്ന് സക്സസ് ആയിട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അത് ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും വേറെ ആരടുത്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക.
അപ്പോൾ അങ്ങനെ ചെയ്ത് തീർത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടായിരുന്നു. വോളിലൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പാറുവിനൊക്കെ നമ്പേഴ്സൊക്കെ കുറച്ചൊന്ന് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് കുഞ്ഞുമക്കൾക്ക് നമ്മൾക്കാണെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് അതൊന്ന് എന്താ പറയുക പതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പേഴ്സൊക്കെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ്. എൻ്റെ വെയിറ്റ് ഇപ്പോൾ സർവ്വകാല റെക്കോർഡിലാണ് കിടക്കുന്നത്. 57.5 എങ്ങാനും ഉണ്ടായിരുന്നു. ഞാൻ യൂഷ്വലി വെയിറ്റ് കൂടുതലായിട്ട് കൂടാത്തത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ ജിമ്മിൽ പോകുന്നതാണെങ്കിലും വർക്കൗട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മടിയും ഒക്കെ കാണിക്കാറുണ്ട്. പക്ഷേ വെയിറ്റ് കൂടുതലായിട്ട് കൂടാതെ എൻ്റെ ഈ ഒരു ഫുഡ് കഴിക്കുന്ന ഹാബിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഫുഡ് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് കൂടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് എന്നെ ഒരു പരിധി വരെ രക്ഷിച്ച് നിർത്തുന്നത്. ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലും ഞാൻ ഇത്തിരി കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എൻ്റെ ബോഡിയിൽ കാണാനും ഉണ്ട് കേട്ടോ. ഡബിൾ ചിന്നൊക്കെ ആയിട്ട് അത്യാവശ്യം കുമ്പയൊക്കെ ചാടിയിട്ടുണ്ട്, വെയിറ്റും കൂടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും കഴിക്കാൻ ലേറ്റ് ആവുന്നത് തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലായതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഓൺലൈനായിട്ടൊരു ഡയറ്റ് പ്ലാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ ഓർമ്മിപ്പിക്കാനും പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ഓർമ്മിപ്പിക്കാനും ഒരാൾ വേണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ കുറച്ചും കൂടി വേറെ ഒരാൾ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ അലേർട്ടായിരിക്കും. അവരൊരു ഡയറ്റ് ചാർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പാറു വരുമ്പോഴേക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതൊന്ന് എയർ ഫ്രൈ ചെയ്യാനായിട്ട് ഇടാണ്. ഉറക്കം വരുന്നുണ്ടോ? മനുഷ്യന്തിരിക്ക് ഉറക്കം വരുന്നുണ്ടടാ? ഉണ്ടോ? ഇന്നൊന്നും പഠിച്ചില്ലേ? പിന്നെ പിന്നെന്താ ചെയ്തേ? ഇതെന്താ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ, ഇതെന്താ ഫേസിൽ സ്റ്റാറൊക്കെ തന്നെ? എന്നിട്ട് ഇപ്പം ഇവിടെ എത്തിയപ്പോൾ എഴുന്നേറ്റാണോ ഉറങ്ങിയിട്ട്? രാവിലെ എന്തിനാ കരഞ്ഞിട്ട് പോയേ? ഉറക്കം വന്നിട്ടല്ല, വേറെ അമ്മേനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. പറഞ്ഞു അമ്മേനെ ഇഷ്ടമല്ല അതൊക്കെ. അതിനെങ്ങനെ പറഞ്ഞേ? അയ്യേ പൗച്ച് തരാത്തോണ്ട് അങ്ങനെയാണോ പറയണ്ടേ? അയ്യയ്യേ ടീച്ചർ അന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ടീച്ചർ അവിടെ എടുത്തു വെക്കുന്നുണ്ട്, പിന്നെ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്തൊന്നും സ്കൂളിലേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്ല നടക്ക്. വെരി ഗുഡ് ഗേൾ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതായത് എൻ്റെ കെരാറ്റിൻ ചെയ്തതൊക്കെ ഫ്രണ്ടിലൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ടോ, മുടിയൊക്കെ വളർന്നുണ്ട്. അപ്പോൾ ആ ഒരു പകുതി ചുരുണ്ടിരിക്കുന്ന മുടി പിന്നെ കോലം മുടി അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആക്കിയിട്ടുണ്ട്. അല്ല ആക്കിയിട്ടുണ്ടെന്നല്ല ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ നാട്ടിൽ പോകുന്നുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോഴേക്ക് പിന്നെ ഒന്ന് ടച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ തന്നെ വിട്ടേക്കാണ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോൾ പാറുവിനെ ഡേ കെയറിൽ വിടണം, എന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ്, ഒരു 5 ദിവസം മുമ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് വിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ചെയ്യണം. എനിക്ക് ആ സ്ട്രെയിറ്റ്നറൊക്കെ ഉണ്ട്, ആ ഒരു ബ്രഷ് ഉണ്ട്, സ്ട്രെയിറ്റ്നർ ആ ഒരു ഇതുണ്ടല്ലോ അതും ഉണ്ട്. പക്ഷേ അത് വെച്ചിട്ടൊന്നും എനിക്ക് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അതിനി നോക്കി പഠിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം കേട്ടോ. ആദ്യം പാറുവിനെ ഡേ കെയറിൽ വിടണം. പുറകിലൊക്കെ പാറു ഇപ്പം എന്തോ തോർത്തെങ്ങാനും എടുത്ത് കൊണ്ടിട്ടതാണ്. അപ്പോൾ അങ്ങനെ ഡേ കെയറിൽ വിടണം, എന്നിട്ട് ടാക്സി എടുക്കണം, പോകണം. അപ്പോൾ ഇവിടേക്ക് ക്യാമറാമാനും ഉണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവളും കൂടി ഉണ്ടാവും. അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് വരാം. അസേബയിലുള്ള അൽമീരയിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ പാടിയേ അങ്ങ് മറന്നുപോയി. എന്നിട്ട് തിരിച്ചിറങ്ങാൻ നേരത്ത് ടാക്സിയിൽ കയറിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ തിരിച്ചെത്തി കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം യാതൊരു ഓർമ്മയുണ്ടായിരുന്നില്ല. ഇവിടെ ഇറങ്ങാൻ നേരത്തെ തന്നെ ഹറിബറി ആയിരുന്നു കേട്ടോ. അത്രയും സമയം വെറുതെ ഇരുന്നിട്ട് ലാസ്റ്റുള്ള ആ ഒരു 10-15 മിനിറ്റ് ഇല്ലേ, പാറുവിനെ ഡേ കെയറിൽ കൊണ്ടുവിടുന്നു, അപ്പോഴേക്ക് ടാക്സി ഇവിടേക്ക് വരുന്നു, വീണ്ടും അവിടുന്ന് നടന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, ടാക്സിയിൽ കയറുന്നു, പോകുന്നു, ഒന്നും പറയണ്ട. അത്ര സമയം, കുറച്ചൊരു 1/4-3 മണിക്കൂർ എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു പാറുവിന് ലഞ്ചൊക്കെ കൊടുത്തിട്ട്. അപ്പം വെറുതെ അങ്ങ് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് മൊത്തത്തിലൊരു ഹറിബറി ആയിരുന്നു. ഞാൻ ടാക്സി വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ടാക്സി ബുക്ക് ചെയ്ത സമയത്തേക്ക് തന്നെ ഒരു ഡ്രൈവർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. 1 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമെന്നും പറഞ്ഞു.
പിന്നെ അതിൻ്റെ ഇടയിൽ പാറുവിനെ കൊണ്ടുവിടണം, എന്നിട്ട് തിരിച്ച് വീണ്ടും ഈ ലൊക്കേഷനിലേക്കാണല്ലോ വരിക ടാക്സി. അപ്പം ഇവിടേക്ക് തിരിച്ചെത്തണം. മൊത്തത്തിലൊന്നും പറയണ്ട. അങ്ങനെ തിരിച്ച് പോവാൻ നേരത്താണ് ഞാൻ ചാർജ് നോക്കുന്നത്. ആകെ 20% എങ്ങാനേ ഉള്ളൂ. എൻ്റെ ഫോണിലാണെങ്കിൽ ഇപ്പോൾ ചാർജ് തീരെ നിൽക്കുന്നുമില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇനി ഫോൺ എടുത്ത് അധികം ക്യാമറ ഓൺ ആക്കണ്ട, കാരണം പെട്ടെന്ന് തീർന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് ടാക്സിയൊക്കെ എടുക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഷോട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല, തീരെ ഓർമ്മയില്ല. അവിടുന്ന് ഇറങ്ങാൻ നേരത്താണ് എനിക്ക് ശരിക്കും ഓർമ്മ വന്നത്, ഒന്നും എടുത്തില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് മാത്രം എടുത്തു അങ്ങനെ. അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇന്നലത്തെ ഉറക്കത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, നല്ല തലവേദനയുണ്ട്. പാറു ഡേ കെയറിലാണ് ഓഫർ ഉള്ളത്. നീ എന്താ ഇവിടുന്ന് മേക്കപ്പ് ചെയ്യാണോ? എടാ നീ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആ ഒരു ക്ലിപ്പ് വെറുതെ അവിടെ ഞാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഏട്ടൻ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെട്ടി പൊട്ടിക്കലായിരുന്നു. കല്യാണത്തിന് പോയതായതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ കുറച്ച് അച്ചാറുകളും കാര്യങ്ങളും, പിന്നെ അമ്മ കൊടുത്തുവിട്ട ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അതിൻ്റെ 3 ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, എരിവുള്ളതും എരിവില്ലാത്തതൊക്കെ, പാറക്കുട്ടിക്ക് എരിവില്ലാത്തതൊക്കെ ആയിട്ട്. പിന്നെ ഇതാ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ 2-3 ദിവസം ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ തന്നെ എന്താണ് എൻ്റെ സ്കിന്നിന് പറ്റിയെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും മാറ്റി കുറച്ച് നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ അതാണ് കേട്ടോ അത്. പിന്നെ ഇതാ കുറച്ച് നേന്ത്രപ്പഴം, വളവും രാസവളമൊന്നും ഇല്ലാതെ നട്ട് നനച്ച് അച്ഛനുണ്ടാക്കിയ നേന്ത്രപ്പഴമാണ് പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ടായിട്ട്. പിന്നെ കുറച്ച് ബുക്സാണ്. ഇതിൽ കുറച്ചുള്ളത് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഓർഡർ ചെയ്തേക്കുന്നതായിരുന്നു. ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു 3 ബുക്കുകൾ ഞാൻ ആറ്റുനോറ്റ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ബുക്കുകളാണ്. അപ്പോൾ ഞാൻ വായിക്കാനായിട്ട് ഇങ്ങനെ ആക്രാന്തം മൂത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ പകുതി ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. എനിക്ക് മുഴുവനായിട്ട് ഒറ്റയിരിപ്പിൽ വായിക്കണം എന്നൊക്കെയുണ്ട്, പക്ഷേ അതിനുള്ള സന്ദർഭവും സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറ്റാത്തത്. പിന്നെ ഇതൊക്കെ പുളിയിഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഈ പുളിയിഞ്ചി ഒന്നും എനിക്ക് അത്ര വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ കണ്ണിമാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തിപ്പൊടി, ഇത് കപ്പ ചിപ്സ്, നമ്മളെ നാട്ടിൽ കൊള്ളി ചിപ്സ് എന്നൊക്കെ പറയും. അതും തട്ടുകട സ്റ്റൈലിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വിൽക്കുമല്ലോ, നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്, അങ്ങനെ എടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കാനും ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു മീനച്ചാറും ഞാനൊരു തവണ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ വീണ്ടും കണ്ടപ്പോൾ ഏട്ടൻ ഭാര്യേനോടുള്ള സ്നേഹം കാരണം അത് വാങ്ങിച്ചതാണ്. പിന്നെ ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിൽ, പിന്നെ നാട്ടിൽ നിന്ന് ഫ്രണ്ട് കൊണ്ടുവരാൻ പറഞ്ഞ നാട്ടിൽ നിന്ന് വാങ്ങി കുറച്ച് ചന്ദനത്തിരികൾ, പിന്നെ പാറുവിൻ്റെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരു മോമോനെ പോലെ ഒരു പട്ടിക്കുട്ടീനെ വാങ്ങിയിട്ട് അതൊന്ന് ഗിഫ്റ്റ് റാപ്പിൽ കവർ ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ മൈസൂരത്തെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഏട്ടൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ നേരെ ഒരു ഷൂട്ടിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു പാതിരാ ചോറ്, അതായത് 12:30 ദമ്മ് പൊട്ടിച്ച്, നമ്മുടെ മുന്നിൽ തന്നെ ദമ്മ് പൊട്ടിച്ച് ചെമ്മീൻ ചോറും കല്ലുമ്മക്കായ ചോറും കിങ് ഫിഷ് ബിരിയാണിയൊക്കെ ആയിട്ട്. ആ ഒരു കല്ലുമ്മക്കായ ചോറൊക്കെ പൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഫുഡ് വ്ലോഗ് വരുന്നുണ്ട്. ആ ഒരു ദിവസം February 14th ആയിരുന്നു, വാലന്റൈൻസ് ഡേ. ഏട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ നോർമൽ ഒരു ഡേ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഒരു സർപ്രൈസ് വന്നത്. ഒരു കോളിംഗ് ബെല്ല് പോയി നോക്കുമ്പോഴേക്കും ഒരു ബൊക്കെയായിട്ട് ഒരാൾ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഞാൻ ഭയങ്കര സർപ്രൈസായി. ഈ ഒരു ഫ്ലവർ ബൊക്കെയായിരുന്നു. ഇത് വലിയതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ വെള്ളത്തിലേക്ക് ഇടാനായിട്ട് അത് കട്ട് ചെയ്ത് ഇട്ടപ്പോൾ അത് കുഞ്ഞതായതാണ്. വലിയൊരു ബൊക്കെയായിരുന്നു ഉണ്ടായത്. പാർക്കുട്ടി പിടിച്ച് നിൽക്കുന്നത് കണ്ടോ, ഏകദേശം അവളുടെ ഹൈറ്റിന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വരുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഏട്ടനെ എയർപോർട്ടിൽ നിന്ന് പോയി പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയൊക്കെയാണ് വീഡിയോ. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും ഞാൻ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.